നമസ്കാരം, ഞാൻ അനൂപ് അഗ്നിശർമ്മൻ ആറ്റിങ്ങൽ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു യോഗ, ഒരു മെഡിറ്റേഷനെ പറ്റിയാണ്. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു യോഗ ക്രിയയാണ് നമ്മളിന്ന് പറയുന്നത്. വളരെ ലളിതമാണ്, എന്നാലും നമുക്ക് ഒരുപാട് പ്രയോജനപ്പെടുന്ന ഒരു മെഡിറ്റേഷൻ പ്രക്രിയയാണ്. പ്രത്യേകിച്ചും പൂജാമന്ത്രതന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ, ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവർ, മെഡിറ്റേഷൻ പോലെയുള്ള ക്രിയാപദ്ധതികൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഒക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു നിയമമാണ് ഇത്. യോഗാക്രിയയിലെ 16ാമത്തെ ഖണ്ഡത്തിൽ കൂടുവിട്ട് കൂടുമാറ്റം എന്ന യോഗാ പദ്ധതിയിലെ ബാലപാഠങ്ങളിൽപ്പെടുന്ന ഒരു നിയമമാണ് നമ്മളിന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരാത്മാവ് ഈ ശരീരം എടുത്തപ്പോൾ ഈ ആത്മാവിന് ഒരുപാട് കുറവുകളുണ്ട്. അപ്പം ആ കുറവുകൾ എന്തൊക്കെയാണ് എന്നുള്ള നിയമമാണ് നമ്മൾ ജാതകത്തിൽ മനസ്സിലാക്കുക. ഗ്രഹത്തിൻ്റെ ഡിഗ്രി ബേസ് കുറവാണ്, ഭാഗ കുറവാണ്, ശത്രുക്ഷേത്രം, നീചക്ഷേത്രം, അങ്ങനെ പല നിയമങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നാൽ എന്താണ്, ഈ ആത്മാവിന് ചില ഗ്രഹങ്ങളുടെ ഊർജം ലഭിച്ചിട്ടില്ല. അതിൻ്റെ പിന്നിൽ വേറെ കാരണങ്ങളുണ്ട്, നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഈ പോരായ്മകൾ നമ്മൾ എങ്ങനെ പരിഹരിക്കും? അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യോഗാ പദ്ധതിയാണ് കൂടുവിട്ട് കൂടുമാറ്റം. ഇത് പല ഋഷീശ്വരന്മാരും ഇത് അവലംബിക്കുന്നു. എനിക്ക് കാമാഖ്യയിൽ നിന്നും ഈ ഒരു അറിവ് ഒരു ഗുരുനാഥൻ എനിക്ക് പറഞ്ഞു തന്ന ഒരു നിയമം കൂടെയാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. ഞാൻ ഇന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങളിലൂടെ കടന്നു വന്നതിന് ശേഷമാണ് അനൂപ് അഗ്നിശർമ്മൻ ഇന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഇതിൻ്റെ ഓരോ പദ്ധതികളിലൂടെ കടന്നു വന്നതിന് ശേഷമാണ്. ഇന്ന് ഒരുപാട് ക്ലയൻസ് എനിക്കുണ്ട്. ഒരുപാട് ആളുകൾ വിദേശത്തു നിന്ന് നമ്മളെ വിളിക്കാറുണ്ട്. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, മന്ത്രി പദത്തിൽ നിൽക്കുന്ന ആളുകൾ ഒക്കെ നമ്മളെ വിളിക്കാറുണ്ട്. ഫിലിം ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന സിനി ആർട്ടിസ്റ്റുകളായിരിക്കുന്ന ആളുകൾ നമ്മളെ വിളിക്കാറുണ്ട്. അപ്പോൾ കേവലം ഒരു പൂജാരിയായ, ഒരു തുച്ഛനായ ഞാൻ ഈ ഒരു നിലയിലേക്കൊക്കെ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ വെറുതെ പറ്റുമോ? ഇങ്ങനെയൊക്കെ പറ്റുമോ? അപ്പോൾ എന്തെങ്കിലും അതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാവില്ലേ? അപ്പോൾ ഇതുപോലെയുള്ള പല പദ്ധതികളിലൂടെ കടന്ന് വന്നാണ് നമുക്കിന്നുണ്ടാകുന്ന എന്തെങ്കിലും നന്മകൾ. എല്ലാം തെങ്ങഴികത്തപ്പൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. ആ നിയമം എന്താ? അതിൻ്റെ വളരെ നിയമമായ ചെറുതായിട്ടുള്ളൊരു പദ്ധതിയാണ്. വളരെ ലളിതമാണ്, എന്നാൽ വളരെയേറെ ശക്തിയുമുള്ള ഒരു മെഡിറ്റേഷൻ ക്രിയയാണ് ഇത്. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. നമ്മൾ ദീക്ഷയുള്ളവരാണ് എങ്കിൽ നമ്മൾ ചിലപ്പോൾ നാമം ജപിക്കുന്നവരാണ്, രാമമന്ത്രം ജപിക്കുന്നു, അല്ലെങ്കിൽ മഹാദേവ മന്ത്രം ജപിക്കുന്നു, അല്ലെങ്കിൽ നാരായണ മന്ത്രം ജപിക്കുന്നു. ചില ആളുകൾ നമ്മൾ ദീക്ഷ സ്വീകരിച്ചിട്ടുള്ളവരുണ്ടാവും. നമുക്ക് ചില ഗുരുക്കന്മാർ നമുക്ക് മന്ത്രം പറഞ്ഞു തന്നിട്ടുണ്ടാവും. അതൊന്നുമില്ലെങ്കിൽ പോലും എന്താണ്, ബ്രഹ്മത്തിൽ നമുക്ക് ലയിച്ചിരിക്കാൻ ഓംകാരം
ഓം എന്ന മന്ത്രം ജപിക്കാം. അങ്ങനെ ഗുരു നമുക്ക് എന്ത് മന്ത്രമാണോ ഉപദേശം, അല്ലെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ആ ഗുരു എന്താണ് നമുക്ക് പറഞ്ഞു തന്നത്, ശൂന്യതയിലേക്ക് ചിന്തിച്ചിരിക്കാനായിരിക്കാം. അപ്പം ബ്രഹ്മത്തിൽ ലയിച്ചിരിക്കണം. ബ്രഹ്മമാണ് ഓംകാരം. അകാരം, ഉകാരം, മകാരം. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ. ആദി, മധ്യം, അന്തം. ഭൂതം, ഭാവി, വർത്തമാനം. അപ്പോൾ ഈ 3 തത്വങ്ങളിൽ കൂടുന്നതാണ് ഈ പ്രപഞ്ചമെന്ന് പറയുന്നത്. ഈ 3 ശക്തികളും കൂടാതെ ഈ പ്രപഞ്ചത്തിലൊന്നുമില്ല. നമ്മുടെ പ്രാണൻ പോലും അകാരം, ഉകാരം, മകാരം, ഓംകാരത്തിലൂടെയാണ്. നമ്മളൊരു ശ്വാസം വിടുമ്പോൾ പ്രാണവായു പോകുന്നത് എങ്ങനെയാണ്? ഓം എന്നുള്ള ശബ്ദത്തിലൂടെയാണ് പോകുന്നത്. ഇതെല്ലാം അകാരവും ഉകാരവും മകാരത്തിലും കണക്ട് ചെയ്താണ് നമ്മുടെ ശബ്ദങ്ങൾ പോലും പുറപ്പെടുന്നത്. പ്രാണൻ്റെ ശബ്ദമാണ് അകാരം, ഉകാരം, മകാരം. അപ്പോൾ നമുക്ക് ഒരു ധ്യാന പദ്ധതി നമ്മൾ ജപിക്കാനിരിക്കുന്നു. ഇവിടെ നമ്മുടെ ആത്മാവ് നമ്മുടെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മളുടെ ഭൂമധ്യത്തിൽ നിന്നും നേരെ കുഴി കുഴിച്ചാൽ പുറത്തേക്ക് പോയാലും ഇതിന് നേരെ ചെവിക്ക് തൊട്ട് മുകൾ ഭാഗത്തായിട്ട് ഇവിടെ ഒരു കുഴി കുഴിച്ചാൽ എപ്രകാരമാണോ ഇങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നത്, ഇതിൻ്റെ 2 മധ്യഭാഗത്തായി നമ്മുടെ ആത്മാവ് സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു. അതായത് ആജ്ഞാചക്രത്തിൻ്റെ ഉൾഭാഗത്തായിട്ട്. അപ്പം ഈ ആത്മാവിനെ നമ്മൾ സ്വയം തിരിച്ചറിയണം. ഇവിടെ ഇങ്ങനൊരു സൂക്ഷ്മ ശക്തിയാകുന്ന വജ്രം പോലെ തിളങ്ങുന്ന ഒരു ബിന്ദു, അത് നമ്മുടെ ആജ്ഞാചക്രത്തിൻ്റെ ഉള്ളിൽ മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നതായിട്ട് നമ്മുടെ ഉൾക്കണ്ണുകൊണ്ട് നമ്മൾ ചിന്തിക്കുകയും കാണുകയും വേണം. അതിനുശേഷം എന്ത് ചെയ്യണം? ഈ ആത്മാവിനെ നമ്മൾ നമ്മുടെ സഹസാരപത്മത്തിൽ നിന്നും പ്രപഞ്ചത്തിലേക്ക് പറത്തിവിടണം. ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മുടെ ആത്മാവിനെ നമ്മൾ പറഞ്ഞു വിടുമ്പോൾ ഈ സൗരയുധത്തിൽ ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, വാൽമണ്ഡലങ്ങൾ, ഗ്രഹപഥങ്ങൾ, അനേകവിധ ശക്തിയാർജിച്ച ഒരുപാട് എനർജികൾ ഈ പ്രപഞ്ചത്തിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ആത്മാവിനെ നമ്മുടെ ചിന്തകൾ കൊണ്ട് സഹസ്രാരപത്മത്തിൽ നിന്നും പുറത്തേക്ക് വിട്ട് നേരെ ആകാശമണ്ഡലത്തിലേക്ക് പറത്തി വിടുന്നതായിട്ട് നമ്മുടെ ചിന്ത നന്നായിട്ടുണ്ടാവണം. അപ്പോൾ ഈ ആത്മാവ് പ്രപഞ്ചമണ്ഡലത്തിലേക്ക് പോയി എന്തു ചെയ്യുന്നു? ഈ ആത്മാവിന് കുറവുള്ള ഊർജത്തെ ഈ ആത്മാവ് എവിടെയൊക്കെ പോകുന്നോ അവിടെ നിന്നൊക്കെ ഈ ആത്മാവ് ഈ എനർജികളെ സ്വാംശീകരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളുടെ ജനനകാലത്തിൽ നമുക്ക് എന്താണോ പോരായ്മകളുള്ളത്, ആ പോരായ്മകളെ ഈ ആത്മാവ് നമ്മുടെ ഈ ചിന്തയിലൂടെ ഈ പ്രപഞ്ചമണ്ഡലത്തിൽ നിന്നും ഓരോ നക്ഷത്രങ്ങളിലേക്കും ഗ്രഹങ്ങളിലേക്കും ഓരോ സൗരമണ്ഡലങ്ങളിലേക്കും ഈ ആത്മാവ് പ്രയാണം ചെയ്ത് എനർജിയെ ആത്മാവ് സ്വീകരിക്കും. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം? ഇവിടെ കണ്ണടച്ചിരിക്കാൻ പാടില്ല, കണ്ണ് തുറന്ന് തന്നെ ഇരിക്കണം. അപ്പോൾ ചിന്ത എവിടെയാണ്? ആകാശമണ്ഡലത്തിലേക്ക് നമ്മുടെ ഈ ആത്മാവ് പോയി ഓരോ ഊർജമണ്ഡലങ്ങളിൽ നിന്നും ഈ ആത്മാവിൽ ഊർജങ്ങൾ സ്വീകരിക്കുന്നതായിട്ട് നമ്മുടെ ചിന്തയുണ്ടാവണം. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം? ജപം നടത്തിക്കൊണ്ടേയിരിക്കണം. ഓം നമഃശിവായ, ഓം നമഃശിവായ, ഓം നമഃശിവായ. ഇതിവിടെ നടക്കുകയും ആത്മാവിലൂടെ ചിന്തയുണ്ടാവണം. നമ്മളിവിടെ ശൂന്യതയിൽ ഇരിക്കാൻ പാടില്ല. ശൂന്യതയിൽ നമ്മളിരുന്നാൽ നമ്മൾ സന്യാസ മണ്ഡലത്തിലേക്ക് എത്തിച്ചേരുവാൻ കാരണമായി തീരുമെന്ന് ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ ശൂന്യതയിലിരിക്കാൻ പാടില്ല. സംസാരം ചെയ്തുകൊണ്ടിരിക്കണം, ജപം ചെയ്തുകൊണ്ടിരിക്കണം, ഓംകാരം ജപിച്ചുകൊണ്ടിരിക്കുക, നാരായണ ജപിച്ചുകൊണ്ടിരിക്കുക, മഹാദേവനെ ജപിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ ഇഷ്ടദേവത ആരാണോ ആ ദേവതയെ ജപിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ കുലദേവതയാണോ ആ കുലദേവത നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കണം.
അപ്പോൾ ഈ ആത്മാവ് ഈ മണ്ഡലങ്ങളിലൊക്കെയും പോയി ആത്മാവ് ഊർജത്തെ സ്വാംശീകരിക്കും. ഇതിൻ്റെ വിധിയെന്ന് പറയുന്നത് 24 മിനിറ്റ് നമ്മളിത് ചെയ്യണമെന്നാണ് ഇതിൻ്റെ നിയമം. അങ്ങനെ 24 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ആത്മാവിനെ നമ്മുടെ ശരീരത്തിലേക്ക് തിരികെ വിളിക്കണം. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഈ ഊർജം സ്വീകരിച്ച ഈ ആത്മാവ് എന്നിലേക്ക് തിരികെ എത്തുമാറാവട്ടെ. പ്രപഞ്ചത്തിൽ നിന്നും സ്വീകരിച്ച എനർജിയുമായി ഈ ആത്മാവ് എന്നിലേക്ക് തന്നെ എത്തിച്ചേരുമാറാവട്ടെ എന്ന് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ച് നമ്മുടെ സങ്കല്പത്തിലൂടെ ആ എനർജി, ആ ആത്മാവ്, ആ ബിന്ദു നമ്മളുടെ സഹസ്രാരപത്മത്തിലേക്കും വരുന്നതായും സഹസ്രാരപത്മത്തിൽ നിന്നും ആ ആത്മാവ്, ആ ഊർജം നമ്മളുടെ ആജ്ഞാചക്രത്തിൻ്റെ മധ്യഭാഗത്തായി വന്ന് സ്ഥിതി ചെയ്യുന്നതായും ആ കൊണ്ടുവന്ന ഊർജം നമ്മളുടെ ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് അപാരമായൊരു ബലം, ശക്തി നമുക്ക് അനുഭവപ്പെടുന്നതായിട്ട് ഫീൽ ചെയ്യും. നമ്മൾ ഭയങ്കരമായ രീതിയിൽ ആക്ടിവേറ്റ് ആവും, ഒരു ഊർജ്ജം ഉണ്ടാവും. 24 മിനിറ്റ് നമ്മൾ കൂടുതലായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഉറക്കത്തിന് പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. കണ്ണൊക്കെ ഇങ്ങനെ തുറന്നിരിക്കാനായിട്ട് സാധ്യതകൾ വരാം. നമ്മൾ കണ്ടില്ലേ, ഈ ഭയങ്കരമായ രീതി ഉപാസിക്കുന്ന, ഭദ്രകാളിയെ ഉപാസിക്കുന്ന ആൾക്കാർ കണ്ണ് ഭയങ്കര തീക്ഷ്ണമായിട്ട് തുറന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവരുടെ കണ്ണ് കാണുമ്പോൾ അതൊരു ഭയാനകമായിട്ട് തോന്നും. അപ്പോൾ അതിന് ഒരുപാടായിക്കഴിഞ്ഞാൽ നമുക്ക് ഉറക്കത്തിന് പ്രശ്നം വരാൻ സാഹചര്യങ്ങൾ വരും. അതുകൊണ്ട് ഈ കറക്റ്റ് ടൈം കഴിച്ചും 24 മിനിറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ചായാലും ആദ്യമേ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഇങ്ങനെ കൂട്ടി നമുക്ക് കൊണ്ടുവരാം. 24 മിനിറ്റാണ് ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നേ ഉള്ളൂ. അങ്ങനെ 48 നാൾ ഇത് തുടർന്നാൽ, ഈ മെഡിറ്റേഷൻ തുടർന്നാൽ ഈ ആത്മാവിൽ പൂർണ്ണമായും എനർജി നിറയുവാൻ കാരണമാകും. വളരെ ശക്തമാകും ആത്മാവ്. ആത്മാവിൽ എന്തൊക്കെ പോരായ്മകളുണ്ടോ ആ പോരായ്മകളെ പരിഹരിക്കുവാനായിട്ട് സാഹചര്യങ്ങൾ വരും. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ചിന്തയാണ് പുറത്തേക്ക് പോകുന്നത്. ആത്മാവ് യഥാർത്ഥത്തിൽ ഉള്ളിൽ തന്നെ ഉണ്ടാവും. കാരണം അണ്ഡം, ബ്രഹ്മാണ്ഡം, പിണ്ഡാണ്ഡം. ബ്രഹ്മാണ്ഡം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചമാണ്. ആ പ്രപഞ്ചത്തിലുള്ള സാധനം തന്നെയാണ് നമ്മൾ പിണ്ഡത്തിലേക്ക് വരിക. അപ്പോൾ ആത്മാവെന്ന് പറയുന്നത് ഈ ബ്രഹ്മാണ്ഡത്തിലുള്ളതാണ്. അത് ഉള്ളിലേക്ക് വരുമ്പോഴാണ് ആത്മാവ്, ഉള്ളിലേക്ക് വരുമ്പോൾ അന്തരാത്മാവ്, ആ ആത്മാവ് ജീവാത്മാവായി പുറത്തേക്ക് വരുന്നതുകൊണ്ട് ജീവാത്മാവ്, ആ ജീവാത്മാവ് ജ്ഞാനത്തെ പ്രാപിക്കുമ്പോഴാണ് ജ്ഞാനാത്മാവ്. ജ്ഞാനാത്മാവായി തീർന്നതിന് ശേഷമാണ് ഈ ആത്മാവിന് പരമാത്മാവെന്ന തലത്തിലേക്ക് എത്തിച്ചേരാനും ലയിക്കാനും സാഹചര്യം ഉണ്ടാവത്തുള്ളൂ. അപ്പം നമ്മുടെ ഉള്ളിൽ ഈ 5 പ്രാണശക്തികൾ, 5 ആത്മശക്തികൾ നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മളിത് തിരിച്ചറിയുന്നില്ല. അപ്പം നമ്മൾ ഈ പ്രക്രിയ ചെയ്യുമ്പോൾ ഈ 5 പ്രാണനിലും ശക്തി പ്രാപിക്കും, ഊർജം പ്രാപിക്കും. അങ്ങനെ 48 നാളിത് ചെയ്താൽ നമ്മളുടെ ഗ്രഹദോഷങ്ങൾക്കും നക്ഷത്രദോഷങ്ങൾക്കും പരിഹാരമാകുമെന്ന് ഋഷി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്താണ് ഈ 48 നാൾ? 27 നക്ഷത്രങ്ങൾ, 9 ഗ്രഹങ്ങൾ, 12 രാശിചക്രങ്ങൾ. ഇത് കൂട്ടി നോക്കൂ, 48 ആവും. 48 എന്ന് പറയുന്നത് ഒരു മണ്ഡലം. ഇതാണ് ഇതിൻ്റെ നിയമമാണ്. അപ്പോൾ ഇത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഈ ദീക്ഷ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കഴിവതും നമ്മൾ ദീക്ഷകൾ ഒരു ഗുരുവിൽ നിന്ന് തന്നെ വാങ്ങണം. അപ്പോൾ എനിക്ക് ഈ ദീക്ഷ കിട്ടി, എനിക്കൊരു ഗുരുവിൽ നിന്നാണ് ഇത് കിട്ടിയിട്ടുണ്ടാവുക. ആ ഗുരുവിന് മറ്റൊരു ഗുരുവിൽ നിന്നായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ദീക്ഷാക്രമം വേണമെന്നുണ്ടെങ്കിൽ കഴിവതും നമ്മളൊരു ഗുരുവിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കുന്നതാണ് നല്ലത്. സ്വയമേ ചെയ്യാണ്ടിരിക്കുക. ഈ ക്രിയ അറിയാവും. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഗുരുക്കന്മാർ ചിലപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ടാവാം.
അപ്പോൾ ആ ഗുരുവിനോട് തന്നെ ഇത് ചോദിച്ചിട്ട് ആ ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാം. അതല്ല ഈ ദീക്ഷ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ദക്ഷിണ തന്നാൽ ഈ വിദ്യ നിങ്ങൾക്ക് ഞാൻ ഉപദേശിച്ചു തരാം. കാരണം ദക്ഷിണ നിങ്ങളുടെ കയ്യിൽ നിന്നൊരു ദക്ഷിണ കിട്ടിയിട്ട് ജീവിക്കേണ്ട കാര്യം എനിക്കില്ല. കാരണം എന്നെ അറിയാവുന്നവർക്കറിയാം, ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് അനാവശ്യമായിട്ടൊരു 10 പൈസ വാങ്ങിക്കാത്ത ഒരാളാണ് നമുക്കിവിടെ സ്കൂള് തുടങ്ങുന്നത് ഒരാളുടെ നിന്ന് ഒരു പൈസ പോലും വാങ്ങിക്കാതാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ കൊണ്ട് മാത്രം. ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്നും 10 പൈസ നമ്മൾ കടവായിട്ട് വാങ്ങിക്കത്തില്ല. അതെൻ്റെ റൂളാണ്. അപ്പോൾ നമ്മളൊരു ഗുരുവിൽ നിന്ന് ഒരു ദീക്ഷ വാങ്ങിക്കുമ്പോൾ അതിന് ഗുരുവിന് ഉപയോഗപ്പെടുന്ന ഒരു ദക്ഷിണ കൊടുക്കണം. കാരണം കടമായി ഒരു കാര്യവും നമ്മൾ വാങ്ങാൻ പാടില്ല. ഒരു ഗർഭിണിയെ കാണാൻ പോകുമ്പോൾ നമ്മൾ വെറും കൈയോടുകൂടി പോകരുത്. ഗുരുവിനെ കാണാൻ പോകുമ്പോൾ നമ്മൾ വെറും കൈയോടുകൂടി പോകരുത്. നാളുകൾക്ക് ശേഷം മാതാപിതാക്കളെ കാണാൻ പോകുമ്പോൾ വെറും കൈയോടുകൂടി പോകരുത്. കൊച്ചു കുട്ടികളെ കാണാൻ പോകുമ്പോൾ വെറും കൈയോടുകൂടി പോകരുത്. ഇത് നമ്മുടെ നിയമമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ദീക്ഷയുള്ളവരാണെങ്കിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഒരുപാട് സമയം വേണ്ട, ഒരു 5 മിനിറ്റ് നിങ്ങൾ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ശരീരത്തിന് വ്യത്യാസം ഉണ്ടാകുന്നോ ഇല്ലയോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ റിപ്ലൈ തന്നാൽ മതി. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഈശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.